സൗദി അറേബ്യയിൽ താബൂക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ മഞ്ഞിൻ്റെ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നൊരവസ്ഥയാണ്. അതിശക്തമായ മഴ സൗദിയിൽ പലയിടത്തും പെയ്യുന്നു. അസ്ഥിരമായ കാലാവസ്ഥയാണ് സൗദി അറേബ്യയിൽ. ആലിപ്പഴ വർഷം, ശക്തമായ കാറ്റുണ്ട്, ഇടിമിന്നലുണ്ട്. ഇതെല്ലാം ഇന്ന് രാത്രിയോടുകൂടി യു എയിലേക്കും പിന്നെ ഖത്തറിലേക്കും പ്രവേശിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. യു എയുടെ NCM ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആലിപ്പഴ വർഷം നാളെ വ്യാഴം, മറ്റന്നാൾ വെള്ളി, ഈ 2 ദിവസങ്ങളിലും യു എയിലുണ്ടായേക്കാം. തികച്ചും അസ്ഥിരമായ കാലാവസ്ഥയിൽ നല്ല മഴ കിട്ടും, ഇടിമിന്നലുണ്ടാകും, ശക്തമായി കാറ്റ് വീശും. മാത്രമല്ല ഇന്നും വിസിബിലിറ്റി വളരെ കുറവാവുന്ന വിധത്തിൽ പൊടിക്കാറ്റുണ്ടായിരുന്നു. നാളെയും മറ്റന്നാളുമൊക്കെ അത് തുടരും എന്നാണ് NCM പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് പ്രത്യേകിച്ച് പൊടിക്കാറ്റുള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം മഴയൊക്കെ ഒരുപാട് പെയ്തിട്ട് യു എ കഴിയുന്നവർ മഴയുമായിട്ട് നല്ല പൊരുത്തപ്പെട്ടിട്ടുണ്ട്, തണുപ്പുമായിട്ട് നല്ല പൊരുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്നത് പോലീസ് വൃത്തങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഞങ്ങളും പറയുകയാണ്. ഈ ദുർബലമായ സ്ട്രക്ചറുള്ള സ്ഥലത്തൊന്നും കൂടുതൽ നേരം ഈ കാറ്റുള്ള സമയത്ത് പോയി നിൽക്കരുത്. വന്നു വീഴും, അപകടപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കണം. അതുപോലെ വലിയ ബോർഡുകളുടെയൊക്കെ അടിയിൽ പോയി നിന്ന് വർത്തമാനം പറയുന്ന സാഹചര്യം, കാറ്റാണ് ആസ്വദിക്കാമെന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ കൂടുതൽ സമയം നിൽക്കുന്നത് നല്ലതല്ല. പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ച് നിരീക്ഷിച്ചിട്ട് വേണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അതിനെ സ്വീകരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അബുദാബി പോലീസ് ഔപചാരികമായി തന്നെ നമ്മൾ പ്രവാസികളടക്കമുള്ള എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ പബ്ലിക് സൈനേജ് ഉള്ള സ്ഥലങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പേയ്മെൻറ്റ് സംവിധാനമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ചില ആളുകൾ വ്യാജ QR കോഡൊക്കെ കൊണ്ടുവച്ചിട്ട് കാശ് തട്ടുന്ന പരിപാടിയുണ്ട്. ഈ QR കോഡ് നമ്മളൊന്ന് അതിലൂടെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ കരുതുന്നത് ഒറിജിനലാണെന്ന്. ഒരുപക്ഷെ അവിടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ തെളിഞ്ഞു വരുമ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ് സംവിധാനത്തിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് തെറ്റിദ്ധരിപ്പിക്കുമാറുള്ള സ്പെല്ലിംഗ് എല്ലാം ഏതാണ്ട് അതുപോലെ ഇരിക്കുന്ന ഒരു സംവിധാനമായിരിക്കും. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, പേര് അത് തന്നെയാണോ, സ്പെല്ലിംഗ് അത് തന്നെയാണോ, നമ്മൾ ഏത് ബാങ്കിലേക്കാണ് കാശ് കൊടുക്കുന്നത്, അക്കൗണ്ട് ഏതാണ്, ഇതൊക്കെ ഒന്ന് നോക്കി. എത്ര ധൃതിയുണ്ടെങ്കിലും, ഏത് റോഡ് വക്കിലാണെങ്കിലും, ഏത് ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ അടുത്താണെങ്കിലും ഏതോ വ്യാജന്മാർ സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത് പോലെ വ്യാജ QR കോഡ് കൊണ്ട് വെച്ചിട്ട് നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പേയ്മെൻറ്റ് എന്നത് കംപ്ലീറ്റ് ചെയ്യാൻ എന്ന കാര്യം അബുദാബി പോലീസ് പറയുകയാണ്. ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ കാശ് തട്ടിയെടുക്കാൻ വേണ്ടി ഓരോരുത്തർ ടെക്നോളജിയുമായിട്ട് വരും, കരുതിയിരിക്കണം. ഒന്ന് കാശ് കൊണ്ടുപോയില്ലെങ്കിലും നമ്മുടെ ഇൻഫർമേഷൻ ഒരുപക്ഷേ നമ്മുടെ ഫോണിൽ നിന്ന് ചോർത്തിയെടുക്കാനുള്ള ഒരു QR കോഡ് ആകാം എന്നെങ്കിലും അതിനെ തെറ്റിദ്ധരിക്കണം എന്നാണ് പോലീസ് പറയുന്നത്. ശ്രദ്ധ എല്ലാ വിഷയത്തിലും ഉണ്ടാകട്ടെ. Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Lusud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.